എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. കോളിഫ്ലവർ പക്കോട. വളരെ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഈ സ്നാക്ക് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പക്കോടയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കോളിഫ്ലവർ, സവാള, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പെരിഞ്ജീരകം ചതച്ചത്, പച്ചമുളക്, കോൺഫ്ലവർ, അരിപ്പൊടി, വെള്ളം, ഓയിൽ, കായപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഞാനൊരു പാത്രത്തിൽ അല്പം വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഇവിടെ ചൂടാവുന്നുണ്ട്. നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതൊരു വലിയ കോളിഫ്ലവറിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഈ വെള്ളത്തിലോട്ട് ചേർക്കാം. ഇതൊരു 2 മിനിറ്റ് നന്നായിട്ട് ഈ വെള്ളത്തിൽ ഇടന്ന് തിളയ്ക്കാം. ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇത് തിളച്ചിട്ടുണ്ട്. ഇത് മതിയാവും. കോളിഫ്ലവർ ഇങ്ങനെ ഒരുപാട് കുക്കായി പോവരുത്. ഇതൊരു ഹാഫ് കുക്കായാൽ മതി. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇത് മാറ്റി വയ്ക്കാം. നമുക്കിനി ഈ കോളിഫ്ലവർ ഇതിലെല്ലാ പൊടികളൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ കോളിഫ്ലവർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനൊരു ബൗളിലോട്ട് മാറ്റുവാണ്. ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 10 വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെ ചതച്ച് വെച്ചിരിക്കുന്നതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പിടി കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. നമുക്കൊരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 2 നുള്ള കായത്തിൻ്റെ പൊടി. ഇനി നമുക്ക് ഇത് ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കണം. എരിവ് നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കുട്ടികൾക്കായി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കുരുമുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുടെ ചേർക്കുകയാണ്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. നമ്മുടെ ഇടിയപ്പം അപ്പത്തിൻ്റെയൊക്കെ പൊടി വാങ്ങിക്കാൻ കിട്ടുന്ന ആ പൊടിയാണ് എടുത്തിരിക്കുന്നത്. വറുക്കാത്ത പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പൊടിയുടെ അളവ് ഇപ്പോൾ ഞാൻ ഇത്രയും ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് കുഴച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് കുടഞ്ഞിട്ട് ഇതൊന്ന് നനച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ കോളിഫ്ലവറിൽ ഓൾറെഡി വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രം മതിയാവും.
ഞാൻ ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കോൺഫ്ലവർ പൊടിയും വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഇങ്ങനെ കുടഞ്ഞ് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊന്നും ഒരു ബാറ്റർ പോലെ ഒരുപാടങ്ങ് കുഴഞ്ഞു പോകരുത്. നമ്മൾ ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് ബൈൻഡ് ചെയ്ത് എടുക്കാൻ പറ്റിയ മാത്രം മതി. ഒരുപാടൊന്നും ഇങ്ങനെ കോട്ട് ചെയ്ത് എടുക്കണ്ട. ബാറ്റർ ഒരു അല്പം ഒന്ന് ഇതൊന്ന് പൊട്ടിപ്പോകാതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബൈൻഡ് ചെയ്തിരുന്നാൽ മാത്രം മതി. ഒരുപാട് കുഴഞ്ഞു പോയാൽ നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇതിലോട്ട് നമ്മൾ കോളിഫ്ലവറിൽ നമ്മൾ ഉപ്പ് ചേർത്തതാണ്, എങ്കിലും കുറച്ചുകൂടെ ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പിനനുസരിച്ച് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു പാനിലോട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ചൂടാകാനായിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം. നമ്മൾ ഇട്ട ഉടനെ ഇത് ഇളക്കരുത്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആവട്ടെ. അതിന് ശേഷം മാത്രം നമ്മളത് ഇളക്കി കൊടുത്താൽ മതി. ഇതിലോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയുടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു മണത്തിനായിട്ടാണ്. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ച് ഒന്ന് ഇട്ട് നോക്കാം. നമ്മൾ തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും. നമ്മൾ ഒരുപാട് കൂട്ടി വെച്ചിരുന്നാൽ പുറഭാഗം കരിഞ്ഞു പോകും, ഉള്ളിലോട്ട് വേഗയില്ല. നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി 1-2 പ്രാവശ്യം നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഇതൊന്ന് കുക്കാക്കി എടുക്കാനായിട്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇളക്കിയൊക്കെ ഒന്നിട്ട് ഇത് എല്ലാ ഭാഗവും ഒരുപോലെ മൊരിച്ചെടുക്കണം. നന്നായിട്ട് മൊരിഞ്ഞ് വന്നോളൂ. ഇത് ഒരു 5 മിനിറ്റ് എടുക്കും ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട്. നമ്മളെപ്പോഴും ഒരു സൈഡിൽ തന്നെ കിടന്നാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് നമ്മളൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായിട്ട് വരും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. നമ്മുടെ കോളിഫ്ലവർ പക്കോട ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.